ചിലവഴിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാമെന്ന് പറഞ്ഞ പദവികളും അനുഗ്രഹങ്ങളും എത്ര വലുതാണ്. ഇതൊക്കെ ദുനിയാവിൽ മാത്രമേ, ആഖിറത്തിലേക്കും കൂടെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് നിസ്സാരമായി കാണരുത്, ശ്രദ്ധിക്കണം. നിയമം അനുസരിച്ച് തന്നെ ഖുർആൻ ഓതി പോകാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4-ാമത്തെ നിയമം ഇത് ആം ബിലാ ഉന്ന. ഇതാ ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ മറച്ചു വയ്ക്കണം. എന്തിനാണ് മണിക്കാതെ മറച്ചു വയ്ക്കേണ്ടത്? സാക്കിനായ നൂനിനെയും ഇരട്ട ഫത്തഹ്, ഇരട്ട കസർ, ഇരട്ട ലം, ഇതിനാണ് മറച്ചു വയ്ക്കേണ്ടത്. അതിന് 2 അക്ഷരങ്ങളേ ഉള്ളൂ, ലാമ് റാ. 2 അക്ഷരങ്ങൾ, ലാമ് റാ. അതിൻ്റെ നിയമം സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഇദ്ഗാം ബിലാ ഉന്നയുടെ അക്ഷരങ്ങളായ ലാമ് റാ വന്നാൽ മണിക്കാതെ നൂനിനെയും തൻവീനെയും മറച്ച് വയ്ക്കണം. ഉദാഹരണം എങ്ങനെ മറച്ചു വയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക്. യഖുല്ലഹു, നമ്മൾ സൂറത്ത് ഇഖ്ലാസ് ഓതുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ടല്ലേ യഖുല്ലഹു. എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? സാക്കിന നൂന് ശേഷം ലാമു വന്നു. ഇപ്പം എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ നൂനെ തൻവീനെയും മണിക്കാൻ പാടില്ല, വെളിവാക്കാനും പാടില്ല. അപ്പോഴെങ്ങനെ ഉച്ചരിക്കണം? യഖുല്ലഹു. ഈ നൂനിനെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം, കളയണം, ഉച്ചരിക്കാനേ പാടില്ല, അതിനെ അവോയ്ഡ് ചെയ്യണം. യഖുല്ലഹു. അപ്പോഴേ അന്ന് നമ്മളൊന്ന് വെളിവാക്കി നോക്കിയേ, നൂനൊന്ന് വെളിവാക്കി നോക്കിയേ. യക്കുൻ ലഹു. അപ്പോഴെന്താണ് സംഭവിക്കുക? യക്കുൻ ലഹു. അപ്പോൾ ലാമിൻ്റെ ഷെദ് പോയി. ഇനി ഒന്ന് മണിച്ച് നോക്കിയേ. യക്കും ലഹു. അപ്പോഴും ലാമിൻ്റെ ഷെദ് പോയി, അർത്ഥം മാറി. അപ്പോൾ മണിക്കാനും 28 അക്ഷരങ്ങളിൽ 2 അക്ഷരത്തിൻ്റെ നിയമം ഇദ്ഗാം ബിലാ ഉന്ന എന്നാണ്. ഇദ്ഗാം ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും ലാമിനും റാനും മുന്നിൽ വന്നാൽ മണിക്കാനും പാടില്ല, വെളിവാക്കാനും പാടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് യഖുല്ലഹു അങ്ങനെ പറയണം. റായ്ക്ക് ഉദാഹരണം പറയാം. റാന് മിർ റബ്ബിഹിം. എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം? സാക്കിന നൂന് റോ വന്നു, റോ. അപ്പോൾ എങ്ങനെ ഉച്ചരിക്കണം? മിർ റബ്ബിഹിം. മീമ റോയെ പറയാവൂ, നൂനിനെ അവോയ്ഡ് ചെയ്യണം, കളയണം. മിർ റബ്ബിഹിം എങ്കിലേ റാൻ്റെ ഷെദ്ദോട്ട്. നിങ്ങൾ വെളിവാക്കി പറഞ്ഞ നൂനെന്ന് വെളിവാക്കിയേ മിൻ റബ്ബിഹിം. അപ്പോൾ റാൻ്റെ ഷെദ് പോയി. ഇനി മണിച്ച് മിൻ റബ്ബിഹിം, അപ്പോഴും റാൻ്റെ ഷെദ് പോയി. അപ്പോൾ നൂനിനെ തൻവീനെ അവോയ്ഡ് ചെയ്യേണ്ട 2 അക്ഷരങ്ങൾ ലാമു റാവ്. മിർ റബ്ബിഹിം ഇങ്ങനെ പറയാവൂ. ഇനി തൻവീനിക്കൊന്ന് പറയാം. നൂനനല്ലേ നമ്മൾ പറഞ്ഞോളൂ. തൻവീനിക്ക് ഗഫൂറുൻ റഹീം. ഗഫൂറുൻ റഹീം. എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം?
ഗഫൂറുർ റഹീം. റൂന്നേ പറയാവൂ, റുൻ എന്ന് പറയരുത്. റുൻ മണിക്കാനും പാടില്ല, വെളിവാക്കാനും പാടില്ല. ഓക്കെ. ഗഫൂറുർ റഹീം. റൂ എന്ന് പറഞ്ഞിട്ട് ഗഫൂറുർ റഹീമെങ്കിലേ റായുടെ ഷെദ് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതൊക്കെ എഴുതി എടുക്കണം. ഓക്കെ. ഇനി അടുത്ത നിയമം. ഒരക്ഷരവും ഒരു നിയമവും. ഒരക്ഷരവും ഒരു നിയമവും. 5 തീരാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. 5ാമത്തെ നിയമം എന്ന് പറയുന്നത്